സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ വഴിതെറ്റുന്ന യുവത്വം പരിഹാര നിർദ്ദേശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ശ്രീ മുജാഹിദ് ബാലുശ്ശേരിയാണ്. ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ്. ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തി ഏറെ പ്രശസ്തി നേടിയ ഒരാൾ കൂടിയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒരു മുസ്ലിം പണ്ഡിതൻ പ്രഭാഷണം നടത്തുക എന്നുള്ളത്. അത് വളരെ സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷത്തിൽ മതമൈത്രിയുടെ ചിഹ്നങ്ങൾ വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ്. മതമൈത്രിയുടെ വെളിച്ചം തെളിയിക്കുന്ന ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തുന്നത്. അതേക്കുറിച്ച് ആദ്യം ചോദിച്ചറിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമസ്കാരം ശ്രീ മുജാഹിദ് ബാലുശ്ശേരി. കേരളത്തിലെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്? കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ മിക്ക ക്ഷേത്രങ്ങളിലും കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരത്തും കൊല്ലത്ത് ഒച്ചിറ ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രം, പടാർകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം, അതുപോലെ വൈകുണ്ഠൻ ക്ഷേത്രം, അതുപോലെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, അങ്ങനെ അതെ. അപ്പോൾ ഏറ്റവും പ്രഗത്ഭമായ ക്ഷേത്രങ്ങളിലൊക്കെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരി, എന്തായിരുന്നു ഒരനുഭവം പറയൂ. അവിടുത്തെ ഒരു സ്വീകരണമൊക്കെ എങ്ങനെയായിരുന്നു? ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഭാരതീയ ദർശനങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഒരു ആശയം ആചാര്യദേവോഭവ അതിഥി ദേവോഭവ. അതിഥിയെ ദൈവതുല്യം സ്നേഹിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളിലെ എല്ലാവരും എന്നെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും അവരുടെ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ എനിക്ക് അവസരങ്ങൾ നൽകുകയും എല്ലാവർക്കും 10-20 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം ടൈറ്റ് ഷെഡ്യൂളായി നൽകി 2 മണിക്കൂറിലധികം എനിക്ക് സംസാരിക്കാൻ അവസരം നൽകുകയും ഞാൻ നിർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്ത നല്ല അനുഭവമായിരുന്നു. ക്ഷേത്രങ്ങളിലെ നല്ല അനുഭവം. എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും അന്തസാരം ഒന്നാണെന്നും മനുഷ്യരൊക്കെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്നും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം ഏകനാണെന്നും അതുകൊണ്ട് തന്നെ നമ്മളൊരു മഹാ സാഹോദര്യത്തിലാണ് ഈ ഭാരതത്തിൽ ജീവിക്കേണ്ടതെന്നുമാണ് അതിലെ ഏറ്റവും പ്രധാനമായ മെസ്സേജായി ജനങ്ങളോട് പകർന്നു നൽകുന്നത്. ശരിക്കും ഒരു മതമൈത്രിയുടെ ഒരു പ്രകാശം. തീർച്ചയായും മാനവമൈത്രി എന്ന ഏറ്റവും മൂർത്തമായ ഒരവസ്ഥയിലെ ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളിലൂടെയാണെങ്കിലും വേദഗ്രന്ഥങ്ങളിലൊക്കെയും ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന ഒരു മഹത്തായ ആശയം. ഈ നമ്മളിപ്പോ ഈ ഇസ്ലാമിക വേദഗ്രന്ഥമായാലും ഹൈന്ദവ വേദഗ്രന്ഥമായാലും ബൈബിളായാലും എല്ലാം അതിലെല്ലാം അധർമ്മത്തിനെതിരെ ആണല്ലോ പറയുന്നത് കാര്യങ്ങളൊക്കെ. തീർച്ചയായും അധർമ്മത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അധർമ്മമാകുന്ന ഇരുട്ടിനെ മാറ്റി അവിടെ പ്രകാശം കൊണ്ടുവരാനൊക്കെ ആണല്ലോ എല്ലാ ഗ്രന്ഥങ്ങളും ഉത്ബോധിപ്പിക്കുന്നത്. തീർച്ചയായും. അപ്പോ പലപ്പോഴും അത്തരം വെളിച്ചം കിട്ടാതെ പോയതുകൊണ്ടാണോ ഇന്നത്തെ യുവത്വം വഴിതെറ്റുന്നത്? തീർച്ചയായും. അതായത് നമ്മൾ മതഗ്രന്ഥങ്ങളെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുകയും ആധുനികമായ ഏത് പുതിയ കാൽവെപ്പുകളെയും വീണ്ടും വിചാരമില്ലാതെ വാരിപ്പുണരുകയും വേദത്തിന്റെ അന്തസാരങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളിലേക്കുള്ള സമൂഹത്തെ തിരിച്ചു വിളിക്കുക ഒരു വലിയ പ്രശ്നമാണ്. ഉദാഹരണമായി നമ്മൾ ഭഗവത്ഗീത 18 അധ്യായമുള്ള ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളിൽ പറയുന്നത് തന്നെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം. ധർമ്മത്തിന് ചുതി സംഭവിക്കുകയും അധർമ്മം കുടികുച്ചു വാഴുകയും ചെയ്യുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു. സാധുക്കളുടെ സംരക്ഷണവും ദുഷ്ടജനങ്ങളുടെ നിഗ്രഹവും. അപ്പോൾ അതാണ് മൗലികമായൊരു ലക്ഷ്യം. അപ്പോൾ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യന്റെ പ്രത്യേകത എന്താണ്, വ്യതിരിക്തത എന്താണ്, അത് പഠിച്ചു വിലയിരുത്തി ജീവിതത്തിന്റെ മൗലിക ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് സമൂഹത്തിനു വേണ്ടി ഉപകാരമുള്ള ഒരു പൗരനെ, ഒരു യുവാവിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. തീർച്ചയായും മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്, അല്ലെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിനുള്ളിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു അച്ഛനും അമ്മയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. ഒരുപക്ഷെ മക്കൾ കുറച്ചൊന്ന് മുതിർന്ന് വരുന്ന സമയത്ത് അവർ സഞ്ചരിക്കുന്ന വഴികൾ ഏതാണ്, അവർ എവിടെയൊക്കെ പോകുന്നു, എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ആരോടൊക്കെയാണ് ഇടപഴകുന്നത് എന്ന് ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും അറിയാൻ സാധിച്ചെന്ന് വരില്ല. ഒരു പക്ഷേ
അവസാനം വഴി തെറ്റി രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു കുരുക്കിൽ പെടുമ്പോഴായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള യുവാക്കളെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? സമൂഹത്തിൽ അന്യവൽക്കരിക്കപ്പെട്ടു പോയ ഒരു യുവത്വം, വ്രണിത ഹൃദയമുള്ള ഒരു യുവത്വം, അവരെ തന്നെ വെറുക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട പട്ടണമായ കോഴിക്കോട് പട്ടണത്തിലെ യുവാക്കളെ, 2000-ഓളം യുവാക്കളെ അവിടുത്തെ ഒരു സന്നദ്ധ സംഘടന അവരുമായി സംസാരിക്കുകയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവരുമായി പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ തന്നെ വെറുക്കുന്നു എന്നാണ്. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിലേക്ക് അവരെത്തിപ്പെടുമ്പോൾ നിരാശയായിരിക്കും സ്വാഭാവികമായിട്ടും അവരെ നയിക്കുക. അല്ല, ഇനിയും നിങ്ങൾക്ക് ജീവിതമുണ്ട്, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളെ നിർവചിക്കാൻ കഴിയും. ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു വാചകം എനിക്ക് എപ്പോഴും ആവേശമായി തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്, നിങ്ങൾ ഉറക്കിക്കിടത്തുന്നുണ്ട്. അതിനെ എപ്പം നിങ്ങൾ കണ്ടെത്തി അതിനെ തിരിച്ചു പിടിക്കുന്നുവോ അന്ന് നിങ്ങൾ ലോകത്തിന് വമ്പിച്ച സംഭാവനകൾ ചെയ്യുന്നവരായിട്ട്. നമുക്കറിയാം, രാമായണത്തിന്റെ ഒരു ഇതിവൃത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വാൽമീകി മഹർഷിയുടെ ഒരു ജീവിതവും കാര്യവും പറയുന്നിടത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറഞ്ഞ് രാമരാമയായി രാമമന്ത്രമായി തീർന്ന് പരിവർത്തനത്തിന്റെ ഒരു ചരിത്രമാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നുണ്ട്, ഒരു കുറ്റവാളി ബുദ്ധനോട് പറയുന്നു, ടഹർജ, നിൽക്കവിടെ എന്ന് ചോദിക്കും. ബുദ്ധൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നു, നീ എപ്പോഴാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആന്തരികമായ ചോദ്യമായിരുന്നു. നിന്റെ സംസ്കാരത്തിന് എപ്പോഴാണ് മാറ്റം ഉണ്ടാവുക? അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് മത സംഘടനകൾക്കാണെങ്കിലും ഇവിടുത്തെ സാമൂഹിക സന്നദ്ധ സംഘടനകൾക്കാണെങ്കിലും യുവത്വത്തെ നേർരേഖയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരുടെ ആരോഗ്യത്തെയും അവരുടെ ബുദ്ധിയെയും സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അവരെ ആസ്വദിക്കുന്ന അവരുടെ ജീവിതം സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് സ്വയം ആസ്വദിക്കുന്ന ഒരു തലത്തിലേക്ക് മാനസികമായ ഒരു വളർത്തുക. അതിന് ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഉപയോഗിച്ചിട്ടുള്ള 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം ജീവിതത്തെ നിർവചിക്കും. ഞാൻ ആരാണ്? ഇതര ജീവജാലങ്ങളിൽ നിന്ന് ബുദ്ധി നൽകി, ഗവേഷണ തൽപരത നൽകി, പ്രഭാഷണ വൈഭവം നൽകി, സാംസ്കാരികമായി പഠന നിലവാരം നൽകിയ ഞാൻ മൃഗത്തെ പോലെ ആകാൻ പാടുണ്ടോ? അതിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ ജീവിതത്തിന് വലിയ ലക്ഷ്യവുമുണ്ടോ? ആ ലക്ഷ്യത്തിലേക്ക് അയാളെ കൊണ്ടുവരികയും പിന്നെ അങ്ങോട്ടുള്ള ഭാവി പദ്ധതികൾ എന്താണ് ചെയ്യേണ്ടത്, ഈ സമൂഹത്തിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ഇന്നലകളിൽ അധർമ്മങ്ങളിൽ ജീവിച്ച ആളുകൾ പിന്നീട് മാറി അവർ ലോകത്തിന് എന്ത് ചെയ്തു എന്നൊരു മോട്ടിവേഷനും നൽകിയാൽ ഒരു പരിധിവരെ യുവാക്കളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഇന്ന് കാണുന്ന കാഴ്ച, യുവാക്കൾ പലരും വഴിതെറ്റി ഒന്നുകിൽ തീവ്രവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഗുണ്ടായിസം, കൊട്ടേഷൻ സംഘം. നമ്മളിപ്പോൾ ഈ കൊട്ടേഷൻ സംഘം എന്ന് കേരളത്തിൽ പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 18, 20, 21 വയസ്സുള്ള കുട്ടികളാണ് ഇതിനൊക്കെ പോകുന്നത്. അധർമ്മത്തിന്റെ വഴിയെ പോകുന്നതാണ് അവര്. അവർക്ക് മാത്രമല്ല, ഇത്തരം വഴികളിൽ പോകുന്നവർക്ക് കയ്യിൽ ധാരാളം പണം വന്നു ചേരുന്നു. ഇങ്ങനൊരു മൂല്യച്യുതിക്കെതിരെ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? ഒന്ന്, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ, പ്രത്യേകിച്ച് തീവ്രവാദം, അതുപോലെ കൊട്ടേഷൻ പാർട്ടികൾ, മദ്യത്തിന്, മയക്കുമരുന്നിന്, മാരിജുവാന, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതല്ല. ഒന്നുകിൽ അവന്റെ ഒരു സൗഹൃദം, ആരുമായി അവൻ ബന്ധപ്പെടും, അവന്റെ മാതാപിതാക്കൾ അവനെ എത്രത്തോളം കെയർ ചെയ്തു, ജീവിതത്തിലെ നന്മയുടെ വഴികളും തിന്മയുടെ വഴികളും സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു പരിധിവരെ മാതാപിതാക്കളാണ്. നല്ല മാതൃകയാകാൻ ഒരു അച്ഛന് സാധിച്ചാൽ തീർച്ചയായും കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ അനുകരിക്കാനുള്ള ഒരു പ്രവണത ഈ കുട്ടിയിലുണ്ടാവും. അമ്മ നല്ല വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അമ്മയിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ അവന് പകർന്നു കിട്ടും. അപ്പൊ നമുക്കറിയാം, കേരളത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പരസ്പര തത്വശാസ്ത്രപരമായി എതിർക്കുമ്പോഴും അയാൾ നല്ല മനുഷ്യനാണ്, ആ യുവാവ് നല്ല മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ യുവാവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, അവന്റെ മാതാപിതാക്കൾ അവന് പകർന്നു നൽകിയ കാര്യം. ഉദാഹരണം, എനിക്ക് 5 മക്കളുണ്ട്. ഈ 5 മക്കളോട് ഞാൻ പറയുന്നത്, ഈ കാണുന്നവരൊക്കെ നമ്മുടെ അയൽവാസികളും നമ്മുടെ സഹോദരങ്ങളും ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഇവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്, ഇവരുടെ നൊമ്പരം നമ്മുടെ നൊമ്പരമാണ്. ഇവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തരാത്മാവ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാകണം എന്ന് ഞാൻ പറയുക മാത്രമല്ല,
ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നു. എന്റെ മക്കൾക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാകാൻ ഞാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇതൊന്നുമല്ലാതെ കുട്ടികളെ കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്നു, ബാംഗ്ലൂരിലോ കോയമ്പത്തൂരിലോ എവിടെ, ലോകത്തിന്റെ ഏത് ഭാഗത്തും. പിന്നെ ആ കുട്ടിയുമായുള്ള ആകെ കോണ്ടാക്ട്സ് പറയുന്നത് ഫോണിൽ നമ്മൾ വിളിക്കുന്നു, പോലെ സുഖമാണോ എന്ന് ചോദിക്കുന്നു. അതിനപ്പുറത്തുള്ള അവന്റെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സ്റ്റഡി അന്വേഷണം ഒന്നുമില്ല. ബിസിനസിന്റെ ഇടയിലും തിരക്കിനിടയിലും മകൻ എന്ത് അന്വേഷിക്കാൻ നേരമില്ല. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ആള്, ഞങ്ങള് SLC ഒക്കെ പഠിക്കുന്ന കാലത്ത് സ്നേഹപൂർവ്വം അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു അവരുടെ. അവർ പറയുന്നത്, മോനെ നീ ബോംബെയുടെ മഹാനഗരത്തിലാണ്, ചുവന്ന തെരുവുകളെ നിന്നെ മാടി വിളിക്കും, പക്ഷെ അവിടെ ധീരനായി ഒരിക്കലും കുനിയാത്ത ശിരസുമായി ഭദ്രമായ ബോധത്തോടെ ആ മണ്ണിൽ അഭിമാനിയായി ഞാനൊരു ഭാരതീയനാണെന്ന ബോധത്തോടെ നീ ജീവിക്കണം. അധർമ്മങ്ങൾ ചുറ്റിൽ നിന്ന് നിന്നെ മാടി വിളിക്കുമ്പോഴും ധർമ്മമാണ് എന്നും മനുഷ്യനെ ശാശ്വതമായി നിലനിർത്തുക. അതിനാണ് ശാശ്വതീകത്വം ഉള്ളത് എന്ന് ഈ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന്, ഒരു യുവ പ്രബോധകൻ എന്ന നിലയിലുള്ള അനുഭവം, ഇപ്പം തിരുവനന്തപുരം മയക്കുമരുന്നുകളുടെയും കൊട്ടേഷൻ പാർട്ടികളുടെയും കേരളത്തിലെ ഒരു നല്ല വിങ് നിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം, വെള്ളക്കടവ് പോലെയുള്ള പ്രദേശങ്ങൾ, ഭീമാപള്ളിയുടെ പരിസരങ്ങൾ, അവിടെ അതുപോലുള്ള സ്ഥലം. അപ്പൊ അവിടെയൊക്കെ എനിക്ക് ബോധവൽക്കരിക്കാനും ഒരുപാട് യുവാക്കളെ നമ്മൾ ശക്തമായി ബോധവൽക്കരിച്ച്, അല്ല നമ്മൾ ചെയ്യുന്നപ്പോ മദ്യപാനിയായ ഒരാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ച ഒരേ ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീചം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മൃഗം മദ്യപിച്ചിട്ട് അതിന് സീറോസിസ് വന്നിട്ടുണ്ടോ, അതിന് കരളുകേട് വന്നിട്ടുണ്ടോ, അതിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരു കാവൽ നിൽക്കുന്ന നായ അത് മദ്യപിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോയോ? എങ്കിൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ഈ മദ്യപിച്ചിട്ട് സ്വന്തം ബോധം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് ഈ അവസ്ഥ മനുഷ്യനല്ലാതെ ആർക്കാ ഉള്ളത്? അപ്പൊ ഒരു മൃഗത്തിനേക്കാളും നിലവാരമില്ലാത്തവനാണോ ഞാൻ എന്ന ചിന്തയിൽ നിന്നും മദ്യത്തിൽ മോചനം നേടാൻ നിങ്ങൾക്കത്. അങ്ങനെ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് കൊച്ചി, മട്ടാഞ്ചേരി ഒക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ കാലയളവിൽ അവർ പറഞ്ഞത്, അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ കൊട്ടേഷൻ പാർട്ടികൾ വരെ പല ആളുകളെയും നേരിട്ട് ചെന്ന് കാണുകയും സ്വന്തം സഹോദരനെ പോലെ കാണുകയും സ്നേഹിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരിൽ പല ആളുകളും ആ പണി നിർത്തി ഭക്തരായി. മതാരാധനാലയങ്ങൾ, അത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, എനിക്ക് ക്രൈസ്തവ മുസ്ലിം സമൂഹം, മനുഷ്യരായ എല്ലാ യുവാക്കളോടും നമ്മൾ സംസാരിക്കുകയും അവരൊക്കെ മാറിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറയാറുണ്ട്, ഞങ്ങളെക്കാളും വലിയൊരു സേവനം ഈ രംഗത്ത് നിങ്ങളും ഞങ്ങളും എല്ലാവരും കൂടെ വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്ത് ഇതിൽ അഭിവൃദ്ധി ഉണ്ടാക്കി നല്ല സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. സത്യത്തിൽ സ്നേഹത്തിന്റെ അഭാവമാണ് ലോകത്തിലെ ദുരന്തങ്ങളുടെ ഒരു പ്രധാന കാരണം. ഞാനും എന്റെ ജീവിതവും എന്റെ ലോകവും എന്ന ചിന്തക്കപ്പുറത്ത് സമൂഹത്തിന് വേണ്ടി ജീവിക്കണം എന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് സമൂഹം നമ്മളോട് പ്രതികരിക്കും. ഒരുപക്ഷെ സ്നേഹം വരേണ്ട വഴിയിൽ സ്നേഹം വരാതിരിക്കുമ്പോൾ അത് വരുന്ന വഴിയിലേക്ക് ചാഞ്ഞു പോകും എന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും. അത് പക്ഷേ അധർമ്മത്തിന്റെ വഴിയാകാം, അല്ലേ? അതെ. അങ്ങനെയൊക്കെ ആളുകൾ പൊതുവെ സ്നേഹിക്കുന്നത് അവർക്ക് അവനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നേടാനുണ്ടാവും. സ്വാഭാവികമായ ആ സ്നേഹം നിഷ്കളങ്കമല്ല. എനിക്ക് അവനിൽ നിന്നൊന്നും നേടാനില്ല, എന്നാൽ അവൻ അവന്റെ കുടുംബത്തിന്റെ ഭാഗമാകണം. ഏറ്റവും നല്ലൊരു മകൻ എന്ന നിലയിൽ അച്ഛന് അഭിമാനം ഉണ്ടാകണം അവനെക്കുറിച്ച്. അമ്മ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവതി എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ടാവും. ഇപ്പൊ പുത്രൻ ഒരു സംസ്കൃത പദമാണ്. പും എന്ന നരകത്തിൽ നിന്നും അച്ഛനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. അപ്പോൾ പുത്രൻ എന്ന മഹത്വം ഏതൊരു ഭാരതീയനും ലോകത്തിലെ ഏതൊരു മനുഷ്യനും തിരിച്ചറിയുകയും ഞാനൊരു നല്ല മകനാവണം, ഞാൻ നല്ല ഭർത്താവാകണം, ഞാൻ നല്ല അയൽവാസിയാകണം എന്ന ബോധത്തിലേക്ക് സംസ്കരണ പ്രക്രിയയിലൂടെ ലോകത്ത് നിയമങ്ങൾ മാറും, നിയമാവലികൾ മാറും, സ്ട്രിക്റ്റ് ആവും. പക്ഷെ മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റം അത് ആത്യന്തികമായൊരു പരിവർത്തനത്തിന് കാരണം. അതുകൊണ്ട് മനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിവർത്തന പ്രക്രിയകൾക്കാണ് ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നുന്നുണ്ട് എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വഴിതെറ്റുന്ന യുവത്വവും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങളും എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ വന്നത്. തീർച്ചയായും. എന്താണ് ശരിക്കും അതിന്റെ, എങ്ങനെയാണ് നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിലാണ് കേരളത്തിൽ അത് ഞങ്ങൾ ഫോം ചെയ്യുന്നത്. ലോകത്തും മുഴുവനും ഇസ്ലാം എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ അജണ്ട. കാരണം മീഡിയകളിലും എവിടെയായിരുന്നാലും ഇസ്ലാം ഒരു ഭീകരവാദമാണ്, ഇസ്ലാം ഈസ് എ ടെററിസം, അതിലെ യുവത്വമാണ് ഏറ്റവും തീവ്രമായ യുവത്വം എന്നൊക്കെയുള്ള തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് സമൂഹത്തിൽ നേടുക എന്നതിനേക്കാൾ ഉപരി തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുമ്പോഴാണ് മനുഷ്യരടുക്കുക, അകലം കുറയുക. അതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ചെയ്യുന്നത്. മതം ഒരിക്കലും അപകടമല്ല, ഇസ്ലാം ഒരിക്കലും അപകടമല്ല, ഇസ്ലാമിന്റെ യുവത്വം ഒരിക്കലും അപകടമല്ല.
ലോകത്ത് മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പൗരനാകാൻ മുസ്ലിമിന് സാധിക്കും. അതാകുന്നു അവനോട് പ്രമാണം ആവശ്യപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുകയും മനുഷ്യരെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ സംരംഭം കേരളത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞു 50-ലധികം ക്ഷേത്രങ്ങളിൽ പോയി സംസാരിക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 250-ലധികം പ്രോഗ്രാം ഞങ്ങൾ സ്വയം സംഘടിപ്പിച്ചു. സന്യാസിമാരെയും അതുപോലെ ക്രിസ്ത്യൻ പ്രതിനിധികളെയും യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും വ്യത്യസ്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പലപ്പോഴും പലരും പല പ്രസ്ഥാനങ്ങളെ അടുപ്പിക്കാറില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും തുറന്ന അവസരം നൽകി. എല്ലാവരോടും അവർക്ക് പറയാനുള്ളത് തന്മയത്വത്തോടെ പറയാൻ അവസരം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു വലിയ അനുഗ്രഹമായി തോന്നിയത് പരസ്പരം ഒരിക്കലും ചിരിക്കാത്തവർ, ആലിംഗനം ചെയ്യുന്ന, അവർ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന, മതം ഒരിക്കലും പ്രശ്നമല്ല, മതാന്ധതയാകുന്നു പ്രശ്നം എന്നിടത്തേക്ക് ഒരു പരിധിവരെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഈ ഒരു മഹാസംരംഭത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ 2015 ഫെബ്രുവരി ലാസ്റ്റ് വരെ ലോകം മുഴുവനും എല്ലാ ഭാഷകളിലും അതിന്റെ പ്രോഗ്രാമുകളാണ്. അതിന് പ്രത്യേകമായ സൈറ്റുകളുണ്ട്, പ്രത്യേകമായ പ്രോഗ്രാമുകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഡിബേറ്റുകളുണ്ട്, മദ്യപാനികളെ മാത്രം ബോധവൽക്കരിക്കുന്ന സംരംഭങ്ങളുണ്ട്. സ്ത്രീധനത്തിനെതിരെ, ദൂർത്തിനെതിരെ, ആർഭാടങ്ങൾക്കെതിരെ, മനുഷ്യന്റെ അസൂയക്കെതിരെ എല്ലാ നിലക്കുമുള്ള തിന്മകളെ ഇല്ലാതാക്കി നല്ല നിർമ്മലമായ മനസ്സിന്റെ ഉടമകളെ സൃഷ്ടിക്കാൻ യാതൊരു നിബന്ധനകളുമില്ലാതെ, ഭൗതിക താല്പര്യങ്ങളില്ലാതെ, അടുത്ത വരുന്ന ഇലക്ഷൻ പ്രതീക്ഷിക്കാതെ, അധികാരം പ്രതീക്ഷിക്കാതെ, മാനവസേവ മാധവസേവ എന്ന് പറയുന്ന വളരെ മഹത്തരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കമൗലവി, മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അങ്ങനെയുള്ള വലിയ ഒരു നിരയുടെ പിന്മുറക്കാരായി ഇന്ത്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊരു മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിന്റെ ഭരണഘടന വളരെ ഫ്ലെക്സിബിളാണ്. എല്ലാ മത സമൂഹത്തിനും തുല്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇവിടെ ആരെയും അടിച്ചമർത്തേണ്ടവരല്ല. പരസ്പരം ഗിവൺ ടേക്ക് പോളിസി സ്വീകരിച്ച് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. ഇതാണ് ഏതായിരുന്നാലും ഞങ്ങൾ പ്രപഞ്ചനാഥനെ സ്തുതിക്കുന്നു. ആളുകളിൽ നല്ല അംഗീകാരവും സപ്പോർട്ടുമുണ്ട്. പിന്നെ ഏതൊരു നന്മ നിറഞ്ഞ സംരംഭത്തിനും എതിരാളികളും ഉണ്ടാവും. തീർച്ചയായും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപാട് യുവാക്കളെ മദ്യപാനികളായ അതുപോലെയുള്ളവരൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വഴിതെറ്റുന്ന യുവത്വവും പരിഹാര നിർദ്ദേശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ശ്രീ മുജാഹിദ് ബാലുശ്ശേരിയാണ്. നേരത്തെ യുവാക്കളെ പലരെയും നേർവഴിക്ക് നയിക്കാൻ സാധിച്ചു എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. ഒരുപാട് യുവജനങ്ങളെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. മനസ്സിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ടോ? തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടി എന്ന നിലയിൽ പറയാം. കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ യുവാക്കൾക്ക് വേണ്ടി പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസമ്മേളനം ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കൊരു സംഘടനയുണ്ട്. അപ്പം അതിന്റെ ഈ പ്രോഗ്രാമിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ 4-5 പേര് ആദ്യമായിട്ടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ വിദേശ മദ്യവുമായിട്ടാണ് ആ സമ്മേളനത്തിൽ വരുന്നത്. അവർക്കിതിന്റെ ആത്മാവൊന്നും അറിയില്ല. ആ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രസംഗം ജീവിതം ഒരു വീണ്ടു വിചാരത്തിന് എന്നതായിരുന്നു. ഒരു 2 പ്രസംഗങ്ങൾ അവിടെ നടന്നപ്പോൾ തന്നെ എന്നേക്കുമായി മദ്യത്തോട് വിട പറയാൻ അവർ തീരുമാനിക്കുകയാണ്. അവരുടെ മനസ്സിന് അഗാധമായി ആ സ്പീച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. നെറ്റിലൊക്കെ ആ പ്രസംഗങ്ങൾ ഒരുപാട് യുവാക്കൾ കേട്ടിട്ടുള്ള പ്രഭാഷണമാണ്. അപ്പോൾ അവർ 4 കൊല്ലത്തോളം മദ്യപിച്ചിരുന്നാണ്, നിരന്തരമായി മദ്യപിച്ചിരുന്ന പിള്ളേരാണ്. പിന്നെ അവർ എന്നേക്കുമായി മദ്യത്തിൽ നിന്ന് മോചിതരാവുകയും അവരുടെ മാതാപിതാക്കൾ വിളിച്ച് നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, ഇത്തരം സേവനങ്ങളാണ് സമൂഹത്തിന് ആവശ്യം എന്ന നിലയിൽ. പിന്നെ ഇതിൽ യുവത്വത്തെ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു ലോകത്ത് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സംശയവും, അതുമായി തീവ്രവാദം അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ കേരളത്തിൽ തീവ്രപരമായി ചിന്തിച്ച അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കുന്ന ബോധപൂർവമായി സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചില സംഘടനകളും കാര്യങ്ങളൊക്കെ ചില പ്രേരക ശക്തികളുണ്ട്. അപ്പൊ അവർക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണം കാരണത്താൽ ഒരുപാട് യുവാക്കൾ അത്തരം ടീമിൽ നിന്ന് ഒഴിഞ്ഞ് ഏറ്റവും ശാന്തമായി അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആ രംഗത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ്.
കാരണം അവർക്ക് ബോധ്യമാകും. അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ജീവിതത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ മുമ്പൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളിൽ ദേശീയ ബോധം വളർത്താൻ വേണ്ടി അധ്യാപകരൊക്കെ ഒരുപാട് പരിപാടികൾക്ക് ആവിഷ്കരിക്കുകയായിരുന്നു. സ്കൂളിൽ നിരന്തരം പല പരിപാടികളുണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ദേശീയ പതാകയോടും നമ്മുടെ ദേശത്തോടൊക്കെ ഉള്ള ഒരു സ്നേഹം വളർത്താൻ വേണ്ടി ഉതകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇന്നത്തെ യുവാക്കൾക്ക്, ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഒരു ദേശീയ ബോധം കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതും ഒരു പക്ഷേ ഇത്തരം ഈ ദുഷ്പ്രവണതകളിലേക്ക് ചാടാനുള്ള ഒരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. അതായത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്മനാടിനോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാൻ കാത്തു സൂക്ഷിക്കുന്ന കൃത്യമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്വന്തം ദേശത്തോടുള്ള കൂർ. ഉദാഹരണമായി പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ. സ്വാഭാവികമായും പട്ടാളത്തിൽ ഒരു മുസ്ലിമാണ് ഞാനെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനി മുസ്ലിമാണോ എന്നതിനേക്കാളുപരി എന്റെ രാജ്യത്തെ പാകിസ്ഥാനി ആക്രമിക്കുന്നു എന്ന വികാരമാണ് ശരിക്കും വളർത്തിയെടുക്കുന്നതും ആകുന്നത്. പ്രവാചക തിരുമേനി മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരെയാണ് അയൽ രാജ്യങ്ങൾ ആക്രമിക്കുന്നതെങ്കിൽ പോലും മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്നാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ചൂടും ചൂരും അനുഭവിച്ചു. ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടം 41 കോടി മനുഷ്യരുടെ അത്യധ്വാനത്തിന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യം. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങുന്നത് ഈ ഒരു പോരാട്ടത്തിന്റെ, ഒന്നിച്ചു നിന്നതിന്റെ. പിന്നെ ബ്രിട്ടീഷുകാരാണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രം ഇന്ത്യയിൽ കൊണ്ടുവരികയും ഇപ്പൊ നമ്മൾ ജനിച്ച ഒരു നാടിനോടുള്ള സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ പൂർവ്വകാലത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നുണ്ടാകേണ്ടതാണ്. ഇപ്പം ഗാന്ധിജി, മൗലാന മുഹമ്മദ് അലി ജൗഹർ, അബുൽ കലാം ആസാദ് വ്യത്യസ്ത മതത്തിൽ വിശ്വസിച്ച് അതിന്റെ ആചാരങ്ങളിൽ ഒന്നും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ അവർക്ക് വേദി സ്നേഹിക്കാനും ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയും. ഇതാണ് നമ്മൾ കുട്ടികളിൽ വളർത്തേണ്ടത്. നമ്മുടെ രാജ്യം എന്തായിരുന്നു, ഇന്നലകളിൽ എന്തായിരുന്നു, ഇന്നെന്താണ്, നമ്മളെ ആരാണ് ഈ രാജ്യത്തിന്റെ ശത്രുവാക്കി മാറ്റുന്നത്? അവർ ഇന്ത്യയിലുള്ള ശക്തികളാണോ? പ്രണബ് മുഖർജിയെ പോലെയുള്ള ആളുകൾ ഈ അടുത്ത കാലത്ത് ചില രാജ്യങ്ങളെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് 15 കോടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, പുറത്തുനിന്നുള്ള ഇടപെടലും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ദേശ സ്നേഹത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ദേശീയ ബോധത്തിന് വിരുദ്ധമായി, ദേശീയതയ്ക്ക് വിരുദ്ധമായി. പിന്നെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ധമായ ദേശീയതയെ രവീന്ദ്രനാഥ ടാഗോർ ശക്തമായി എതിർത്തു. എന്റെ രാജ്യം മഹോന്നതമാണ്, ബാക്കിയെല്ലാം മ്ലേച്ഛമാണ് എന്നൊരു ചിന്ത മനുഷ്യൻ അതൊരിക്കലും പാടില്ല. അതാണ് നമ്മുടെ ഒരു കറക്റ്റ് അതിന്റെ ഒരു ലൈൻ. അല്ല, അത് പ്രവാചക തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അയാൾ എന്താണോ, അയാളുടെ കുറവുകൾ എന്താണോ ആ കുറവുകളോട് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ പൗരന്മാരെ ആയാലും രാജ്യത്തെ ആയാലും നമുക്ക് അവരുടെ കുറവുകളോട് സ്വീകരിക്കാൻ, അംഗീകരിക്കാനും പറ്റണം, അല്ലേ? അതുപോലെ താങ്കൾ നേരത്തെ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ ക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ കാണികളായിട്ട് വരുന്നവർ ഹൈന്ദവ സഹോദരന്മാരായിരിക്കും. എന്താണ് ഈ ഹൈന്ദവ സഹോദരന്മാരോട് താങ്കൾ പറയുക? അവരോട് നമ്മൾ ഒന്നാമതായി നമ്മുടെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ ഏറ്റവും കേന്ദ്രീകരിക്കുന്നത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാ മതദർശനങ്ങളുടെയും അകക്കാമ്പ് എന്താണ്. ഇപ്പൊ നമ്മൾ പാരമ്പര്യമായി, ട്രഡീഷണലായി അച്ഛൻ ഇന്ന ഭക്തനാണ്, ഇന്ന ദേവന്റെ ഭക്തനാണ്, അല്ലെ ഇന്ന ദൈവത്തെ ആരാധിക്കുന്നു, ഇന്ന പ്രാദേശികമായ ശക്തികൾ ആരാധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണോ? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം തുടങ്ങി ഈ വേദങ്ങളിൽ 108 സുപ്രധാന ഉപനിഷത്തുക്കൾ, ദശോപനിഷത്തുക്കൾ, ഇതിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? എങ്കിൽ നിങ്ങൾ പഠിച്ചതിനെതിരാകുന്നു വേദം. വേദത്തിലുള്ളത് ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ, അനുഭവനായ, അപ്രാപ്യനായ ഒരു പ്രപഞ്ചനാഥനാണ്. ഇപ്പൊ ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിലെ 121ാമത്തെ സൂക്തം 1ാമത്തെ ഇറക്കിൽ പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പരിരേഖ ആസി. മനുഷ്യരും ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ആ സർവേശ്വരനുണ്ട്. ആ സർവേശ്വരനാണ് ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അവനെയാണ് സകല ചരാചരങ്ങളും ആശ്രയിച്ചു നിൽക്കുന്നത്. അങ്ങനെയുള്ളവനെ മനുഷ്യ നീ ആരാധിക്കുക എന്ന പോയിന്റാണ് നമ്മൾ അധികവും പറയുന്നത്. അപ്പോൾ ആരാധന ഏകനായ ദൈവത്തിനാണ് സമർപ്പിക്കേണ്ടത്. അതാണ് എല്ലാ മതങ്ങളുടെയും,
എല്ലാ മതങ്ങളുടെയും സൃഷ്ടിപൂജക്കപ്പുറത്ത് സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് കേനോപനിഷത്തിലെ പ്രഥമ വില്ലിയിലെ 6-7 സൂക്തങ്ങളിൽ പറയുന്നത്, യജുർവേദത്തിൽ പറയുന്നത്, അതുപോലെ ഈശാവാശോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും മനുഷ്യരൊക്കെ നമ്മൾ വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിൽ കലാപമേന്തേണ്ടവരല്ല. അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഈ ഹൈന്ദവ പുരാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേവന്മാർക്ക് പേരുകൾ പലതാണ്, പല രീതിയിലാണ് ആരാധന വരുന്നത്. പക്ഷെ നമ്മളൊരു ദൈവം എന്നുള്ള ഒരു ഏകസങ്കല്പത്തെ തന്നെയാണ് എല്ലാവരും വിശ്വസിക്കേണ്ടതും ആരാധിക്കേണ്ടതും. ശരിക്കും അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഒന്നാകുന്നു എന്നൊരു മഹത്തായ വികാരത്തിലേക്ക് ഇതുവഴി എത്താൻ സാധിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ആരാണ് നിയന്ത്രിക്കുന്നത്? അത് വളരെ ചൊവ്വയിൽ മംഗളയാൻ അതിന്റെ ഭ്രമണ പദത്തിൽ പ്രവേശിച്ചു. ഈ ചൊവ്വ എന്ന് പറയുന്ന മഹാഗ്രഹത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഈ 10,000 കോടി നക്ഷത്രങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മോഡേൺ സയൻസ്. ഇതിനൊക്കെ ആര് കൺട്രോൾ ചെയ്യുന്നു? അവൻ നമ്മുടെ സർവശക്തൻ. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്. ഇതാണ് നമ്മൾ ഒരേ വായു, പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേദം പഠിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ഇതിലെ സാമ്യവചനങ്ങളെ, പരസ്പരം പോരടിക്കുന്ന വചനങ്ങളെയല്ല, പരസ്പരം ഒന്നാകുന്ന വചനങ്ങളെ കണ്ടെത്താനും അതുവഴി ആത്യന്തികമായി മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയാനും. മനുഷ്യന്റെ ജീവിതത്തിന് മരണത്തോടുകൂടി വിരാമമാണോ, അല്ല മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്? ഇതെല്ലാം ആ ചർച്ചകളിൽ വരികയും അതെല്ലാം സ്വാമിജിമാരും ചർച്ചിലെ അച്ഛന്മാരും ഒക്കെ വലിയ കാര്യമായിട്ടാണ് അവർ കാണുന്നതും നമ്മളെ ഇടയ്ക്ക് വിളിക്കുകയും പ്രശംസിക്കുകയും ഈ കാര്യങ്ങൾ നല്ലതാണ്, ഇത് നിലനിൽക്കണം, നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന വളരെ സന്തോഷകരമായ. നമുക്ക് വീണ്ടും ചെറിയ ഇടവേളയ്ക്ക് സമയമായിരിക്കുകയാണ്. ശ്രോതാക്കൾക്കും വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0439141663. ഹലോ ഹലോ, നമസ്കാരം. ജീവിതരേഖയാണ്. ആരാണ്? രജീഷ്. രജീഷ് ആണോ റഹീഷ് ആണോ? എന്താണ്? രജീഷ്, പറയൂ. അദ്ദേഹം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, വളരെ ഇപ്പോ അദ്ദേഹത്തിന് എല്ലാ സദ്ഭാവനകളെയും അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോ വേദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ സനാതന ധർമ്മത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ അത് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില അടിസ്ഥാന പ്രമാണങ്ങളോട് ചേർത്ത് വായിക്കുകയല്ലേ എന്നൊരു സംശയം തോന്നിയതാണ്, അതുകൊണ്ട് വിളിച്ചതാണ്. തീർച്ചയായും അങ്ങനെയല്ല. ഏത് വേദഗ്രന്ഥത്തെയും അടിസ്ഥാനപരമായി വ്യാഖ്യാനിക്കുകയും ആ വേദഗ്രന്ഥത്തിന്റെ അന്തസാരം ഇന്നതാണ് എന്ന് പറഞ്ഞു തരുന്ന പണ്ഡിത ലോകമുണ്ട്, ഋഷീശ്വരന്മാർ. അവർ എന്താണോ ആ വേദവാചകത്തിന് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് മാനവരാശിയുടെ മുമ്പാകെ നമ്മളും പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി വന്നു, തുടർന്നു, ഒരേ വേദഗ്രന്ഥത്തെ അവർ ഫോളോ ചെയ്തു. കാലാന്തരേണ അവർ ഭിന്നിച്ചു പോവുകയും പരസ്പരം അവർ മതങ്ങളുടെയും അതുപോലെ ആശയങ്ങളുടെയും പേരിൽ സ്പർദ്ധയിൽ ഏർപ്പെട്ടപ്പോൾ അല്ല, നമ്മൾ ഒന്നായിരുന്നു, വേദത്തിന്റെ അന്തസാരം ഒന്നാണ് എന്നാണ് എല്ലാ ആചാര്യന്മാരും നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന മാനവ മൈത്രിയുടെ ഐക്യത്തിന്റെ മഹോന്നതമായ ഒരു റൂട്ടിലേക്ക് ആളുകൾ എത്തിക്കുകയാണ്. സ്വാഭാവികമായി മനുഷ്യരൊക്കെ ഒന്നാണ്, ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന് പറയുക വഴി എനിക്കോ അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങൾക്കോ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല. മറിച്ച് മനുഷ്യരെല്ലാം ഐക്യപ്പെടേണ്ടവരാകുന്നു എന്ന ആശയത്തിന് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്, ഒരിക്കലും നമ്മെ തെറ്റിക്കുന്നില്ല, എതിരല്ല എന്ന് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേദങ്ങളിലൂടെയുള്ള സമഗ്രമായ പഠനം സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി, അതുപോലെ പല ഗ്രന്ഥങ്ങളും, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ഇതെല്ലാം വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ ശുദ്ധമായ രാഹുൽ സാങ്കൃത്യനെ പോലെയുള്ള വിശ്വദർശനങ്ങൾ എഴുതിയിട്ടുള്ള മഹാ ഹൈന്ദവ പണ്ഡിതന്മാരുടെ, നരേന്ദ്രഭൂഷണെ പോലെയുള്ള ആളുകൾ, അവരെല്ലാം നമുക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് ഈ ശുദ്ധമായ ഏകദൈവാരാധനയും അതിലേക്കാണ് മനുഷ്യർ മടങ്ങേണ്ടത് എന്ന ആശയവും. അതുകൊണ്ടാണ് ആ കാര്യം നമ്മളിവിടെ ഓർമ്മപ്പെടുത്തിയത്. സ്വാർത്ഥമായ ഒരു താല്പര്യവുമില്ല എന്നറിയില്ല. താങ്കളുടെ അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നത്, അതായത് ഈ ബഹു ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ആ ബഹുത്വം എന്ന് പറയുന്നത് പല മനുഷ്യരുടെ പല ചിന്താധാരകളുണ്ടല്ലോ. ഉന്നതമായത് ചിന്തിക്കുന്നവനും അവന്റെ വിദ്യാഭ്യാസത്തെ അനുസരിച്ച് താഴെക്കിടയുള്ള ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ചില വിശ്വാസ വൈവിധ്യങ്ങൾ മാത്രമല്ലേ അതിലുള്ളത്. അല്ലാതെ ഇപ്പോ ഏകദൈവം എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ചില വിശ്വാസങ്ങളെ കൊണ്ട് നടക്കുന്നതല്ലാതെ അതൊരിക്കലും ഒരു ആ ഏകദൈവത്തിലേക്കുള്ള വിശ്വാസക്കുറവല്ലല്ലോ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ
വേദം എന്ന ശബ്ദത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ജ്ഞാനം, വിദ്യ എന്നാണ്. വേദം മനുഷ്യർക്ക് നൽകുന്ന വിദ്യയാണ് യഥാർത്ഥമായ വിദ്യ. മനുഷ്യരുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ബുദ്ധികളുടെയും നമ്മുടെ ചിന്തയും യുക്തിയും ഒക്കെ വ്യത്യസ്തമാകാം. ഓരോരുത്തരുടെ യുക്തി, ചിന്ത, ഗവേഷണം, പഠനങ്ങൾ ഒക്കെ വ്യത്യസ്തമാകാം. പക്ഷെ സർവജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനാൽ അവതരിപ്പിക്കപ്പെട്ടത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ്. ആ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന എല്ലാ കാലക്കാർക്കും എല്ലാ ലോകക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാശയമാണ് ശരിക്കുമുള്ള വേദത്തിന്റെ അന്തസാരം. അതാണ് മനുഷ്യരെ പഠിപ്പിച്ചാൽ ആ റൂട്ടിലൂടെ ഏത് കാലക്കാരൻ സഞ്ചരിച്ചാലും വഴി തെറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അമേരിക്കക്കാരന് തോന്നുന്ന ഒരാശയം ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ അത് ബെറ്ററായി തോന്നിയേക്കാമെങ്കിലും അടുത്ത തലമുറയുടെ ബുദ്ധിവികാസത്തിനും അവരുടെ ഗവേഷണത്തിനനുസരിച്ച് അത് ശരിയല്ല, കുറെ കൂടെ ബെറ്ററായ വേറൊരു ആശയമുണ്ട് എന്ന്. എന്നാൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ ഒരു പ്രത്യേകത, സൂര്യചന്ദ്രന്മാരെ ആര് സൃഷ്ടിച്ചു, ആകാശഭൂമികളെ ആര് സൃഷ്ടിച്ചു, ആ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏകനാണ്. ഏകം സത് ബഹുധ വിപ്രവദന്തി യോ ദേവാനാം നാമധാ ഏകേവ. അത് വേദങ്ങളുടെ അന്തസാരമാണ്. അതിനെ വ്യാഖ്യാനിച്ച് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കൊത്തതിനുപയോഗിച്ച് മനുഷ്യരെ കക്ഷികളായി തിരിച്ചു എന്നതാണ് പൗരോഹിത്യ മതം. ഏത് കാലം അല്ല, നമ്മള് ഹൈന്ദവ മതങ്ങള് പറയുന്നതും അദ്വൈതം എന്ന് തന്നെയല്ലേ? ദ്വൈതമല്ലാത്തത്, രണ്ടില്ലാത്തത് എന്ന് വെച്ചാൽ എന്താണ്? ഏകം തന്നെയല്ലേ? അത് ഏകമാണ്. പക്ഷെ ആ ഏകത്വം സർവ്വചരാചരങ്ങളിലും ദർശിക്കുക എന്നുള്ളതാണല്ലോ സനാതനധർമ്മം പറയുന്നത്. സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്ന് തന്നെയാണെന്ന് തന്നെയാണ് സനാതനം. രണ്ടും രണ്ടല്ല, ദ്വൈതമല്ല, അദ്വൈതമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് ഈശ്വരനും അല്ലെങ്കിൽ ഈശ്വരൻ അത് നമ്മൾ പറയുന്നില്ലേ? ഓരോരുത്തരിലും ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത് തന്നെ അതല്ലേ? അതെ. ഇപ്പൊ ഈ ചന്ദ്രസൂര്യന്മാരെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനം ഇപ്പോ പിന്നെ ആ ഒരു യുഗങ്ങളിൽ ജീവിച്ചിരുന്നവര് കൊണ്ടുവരുന്നതും അതില് അത് കാലാകാലങ്ങളിൽ ആരാധനയുടെ ശൈലികളിലൊക്കെ മാറ്റം വന്നിട്ടില്ലേ? അതെ, മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് ആ പുരാതനമായിട്ടുള്ള ചിന്താവിശ്വാസങ്ങളെ അപ്പാടെ തള്ളിക്കളയേണ്ട. ഇല്ല, അതിനെ ഹനിച്ചുകൊണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. അതിനെ മതിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹനിച്ചുകൊണ്ടല്ലോ പറഞ്ഞത്. ഓക്കെ രജേഷ്, നമുക്ക് അധികം സമയമില്ല, ഒരു കൺക്ലൂഷൻ മാത്രമേ സമയമുള്ളൂ. നാളെ ഈ വഴിതെറ്റുന്ന യുവത്വം പരിഹാര നിർദ്ദേശങ്ങൾ എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പൊ നാളെ ഇന്ത്യൻ അക്കാദമിയിൽ, മൊഹ്സീനിലുള്ള ഇന്ത്യൻ അക്കാദമിയിൽ 4 മണി മുതൽ 10 മണി വരെയാണ് പ്രിയ ശ്രോതാക്കളെ ശ്രീ മുജാഹിദ്ദീൻ ബാലുശ്ശേരി പങ്കെടുക്കുന്ന ഈ പരിപാടി നടക്കുന്നത്. നൂറുൽ ഖുറാൻ അല്ലേ? ഓക്കെ, നൂറുൽ ഖുറാൻ പ്രോഗ്രാമിന്റെ പേര് ഖുറാനിന്റെ വെളിച്ചം. അപ്പൊ ആ പേരിലാണ് പരിപാടി നടക്കുന്നത്. ശ്രീ മുജാഹിദ് ബാലുശ്ശേരിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ പറയാം: 05224898812 05224898812. ഇന്നത്തെ ജീവിതരേഖയുടെ സമയം പൂർണ്ണമാവുകയാണ്. താങ്ക് യു മിസ്റ്റർ മുജാഹിദ് ബാലുശ്ശേരി. വെൽക്കം. വളരെ സന്തോഷം.